182 പേരെ ബന്ദികളാക്കി ജാഫർ എക്സ്പ്രസ് ട്രെയിൻ തട്ടിയെടുത്ത് പാകിസ്ഥാനെ പോരാട്ട മുഖത്ത് എത്തിച്ചു രാജ്യത്തിനകത്ത് തന്നെയുള്ള ഒരു സംഘടന. ബലൂചിസ്ഥാൻ വിമോചന സേന എന്ന വിഘടനവാദ ഗ്രൂപ്പാണ് ആക്രമണത്തിന് നേതൃത്വം നൽകിയത്. 30 പാകിസ്ഥാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെടുകയും പാക് തിരിച്ചടിയിൽ 13 ഭീകരരും കൊല്ലപ്പെടുകയും ഉണ്ടായി. ആരാണ് ബലൂചിസ്ഥാൻ വിമോചന സേന? എന്തിനാണ് ഇവർ സ്വന്തം രാജ്യത്തിന്റെ ട്രെയിൻ തട്ടിയെടുത്ത് ഈ ഭീകരത സൃഷ്ടിക്കുന്നത്? ആരാണ് ഇവർക്ക് നേതൃത്വം നൽകുന്നത്? ഇന്ത്യയും ഈ സംഘടനയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? എന്താണ് ഇവരുടെ ആവശ്യം? ഇങ്ങനെ തുടങ്ങി ചോദ്യങ്ങൾ ഏറെയുണ്ട് ഈ സംഘടനയുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ അന്വേഷിക്കുകയാണ് നമ്മൾ. ബലൂചിസ്ഥാൻ വിമോചന സേന അഥവാ ബലോച്ച് ലിബറേഷൻ ആർമി എന്ന സംഘടന BLA എന്ന ചുരുക്കപ്പേരിലാണ് അറിയപ്പെടുന്നത്. പാകിസ്ഥാനിലെ ബലോചിസ്ഥാൻ പ്രവിശ്യയുടെ മോചനം ആവശ്യപ്പെടുന്ന സംഘടനയാണ് BLA. എന്നാൽ ഒരു സംഘടന എന്നതിനപ്പുറത്തേക്ക് ആയുധങ്ങളേറെ കൈവശമുള്ള ഒരു സായുധ സേന തന്നെയാണ് BLA. വിസ്തൃതിയിൽ പാകിസ്ഥാന്റെ മൊത്തം വലുപ്പത്തിന്റെ 2/3 വരുന്ന മേഖലയാണ് ബലൂചിസ്ഥാൻ. പ്രകൃതിവാതക നിക്ഷേപവും ധാതുക്കളും കൊണ്ട് സമ്പന്നമായ മേഖലയാണ് ബലൂചിസ്ഥാൻ. അതിനാൽ ഈ മേഖലയിൽ കണ്ണും നട്ട് വിവിധ ലോകരാജ്യങ്ങൾ കാത്തിരിപ്പുണ്ട്. അതുതന്നെയാണ് ഇവിടുത്തെ പ്രശ്നങ്ങളുടെ തുടക്കവും. ഈ മേഖലയെ സർക്കാർ ചൂഷണം ചെയ്യുകയാണെന്ന് ആരോപിച്ചാണ് BLA ഉദയം കൊണ്ടത്. വലുപ്പത്തിൽ ഏറെ മുന്നിലാണെങ്കിലും ഇവിടെ ജനസംഖ്യ കുറവാണ്. പാക് ജനസംഖ്യയുടെ 1/5 ആളുകൾ മാത്രമേ ഇവിടെയുള്ളൂ. വികസനത്തിൽ പാകിസ്ഥാനിലെ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന പ്രദേശം കൂടിയാണ് ബലൂചിസ്ഥാൻ. ഗ്യാസ്, ധാതുക്കൾ, തന്ത്രപ്രധാന തുറമുഖങ്ങൾ എന്നിവയാൽ സമ്പുഷ്ടവും എന്നാൽ വികസനത്തിൽ പിന്നോക്കം നിൽക്കുന്നതുമായ ഈ മേഖലയെ പാകിസ്ഥാൻ സർക്കാർ ചൂഷണം ചെയ്യുകയും പ്രാദേശിക ബലോച്ച് ജനതയെ അവഗണിക്കുകയും ചെയ്യുന്നുവെന്ന് BLA ആരോപിക്കുന്നു. ഈ ആരോപണങ്ങൾ ഇന്നോ ഇന്നലെയോ ഉണ്ടായതല്ല. 1/4 നൂറ്റാണ്ടായി ഇവർ ഇതേ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. 2000-ഓടെയാണ് BLA രൂപീകരിക്കുന്നത്. എന്നാൽ 1973-77 കാലഘട്ടത്തിൽ ഗോത്ര നേതാക്കൾ പാകിസ്ഥാന്റെ ഭരണത്തിനെതിരെ നടത്തിയ സമരങ്ങളിൽ നിന്നാണ് ഈ സംഘടനയുടെ ഉത്ഭവമെന്നും കരുതി വരുന്നു. അക്കാലത്തെ സ്വതന്ത്ര ബലൂചിസ്ഥാൻ പ്രസ്ഥാനം പോലുള്ള മുൻകാല ബലൂച്ച് കലാപങ്ങളുടെ പുനരുജ്ജീവനമാകാം BLA എന്നും പറയപ്പെടുന്നുണ്ട്. 1947 രൂപീകരിച്ച പാകിസ്ഥാനിൽ 1948 ബലൂചിസ്ഥാൻ അംഗമാകുന്നത്. പാകിസ്ഥാൻ പിടിച്ച് കൂട്ടിച്ചേർത്തു എന്ന് വേണം ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ. പാകിസ്ഥാന്റെ ഒപ്പം ചേരാതെ സ്വതന്ത്രമായി നിന്ന് അവരെ സൈനിക നടപടികളെ പിടിച്ചെടുക്കുകയായിരുന്നു മുഹമ്മദ് അലി ജിന്ന. എന്നാൽ പിന്നീട് പാകിസ്ഥാൻ എന്നും അവരെ അകറ്റി നിർത്തുകയാണ് ഉണ്ടായത്. 1948 പാകിസ്ഥാനോട് ചേർത്തെങ്കിലും പ്രവിശ്യ പദവി നൽകുന്നത് 1970 മാത്രമാണ്. ഇതിനു പിന്നാലെയാണ് 1973-77 കാലഘട്ടത്തിൽ അവിടെ സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടം തുടങ്ങിയത്. ബലൂച്ചുകളുടെ സ്വാതന്ത്ര്യ പോരാട്ടങ്ങളെ പാകിസ്ഥാൻ ശക്തമായാണ് നേരിട്ടത്. പോരാട്ടത്തിനിറങ്ങിയ നേതാക്കളെ ഉൾപ്പെടെ നിരവധി പേരെ പിടിച്ചുകൊണ്ടുപോയി ക്രൂരമായി പീഡിപ്പിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തു. 10,000-ങ്ങളാണ് ഇങ്ങനെ കൊല്ലപ്പെട്ടത്. ആ വേദനയുടെ തീയിൽ നിന്നാണ് ബലോച്ച് ലിബറേഷൻ ആർമി ഉദിച്ചുയരുന്നത്. ബലോച്ച് ജനതയുടെ സ്വയം നിർണയാവകാശമാണ് BLAയുടെ പ്രഖ്യാപിത ലക്ഷ്യം. ഈ അവകാശം ഉപയോഗിച്ച് പാകിസ്ഥാനിൽ നിന്ന് വേറിട്ട് സ്വയം രാജ്യമായി ജീവിക്കാൻ ഈ ജനത ആഗ്രഹിക്കുന്നു. പാകിസ്ഥാൻ ബലൂചിസ്ഥാൻ പ്രദേശത്തിന്റെ പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്യുകയും അവരുടെ ജനസംഖ്യയെ അരികുവൽക്കരിക്കുകയും ചെയ്യുന്നു എന്ന് ആരോപിച്ചാണ് ഈ സംഘടന ആരംഭിക്കുന്നത് തന്നെ. മാരി, ബൂഗി, ബംഗാൾ തുടങ്ങിയ ഗോത്രങ്ങളിൽ നിന്നുള്ള 100 കണക്കിന് മുതൽ 1000 കണക്കിന് പോരാളികൾ വരെ ഉൾപ്പെടുന്ന ഒരു പ്രധാന വിമത ശക്തിയായി ഈ സംഘം പിന്നീട് പരിണമിച്ചു. ഈ ഗോത്രങ്ങളിൽ നിന്നാണ് പ്രധാനമായും പോരാളികളെ ഇപ്പോഴും റിക്രൂട്ട് ചെയ്യുന്നത്. ഇരുമ്പ്, സൾഫർ, ക്രോമൈറ്റ്, കൽക്കരി, മാർബിൾ തുടങ്ങിയ ധാതുക്കൾ ഏറെയുള്ള പ്രദേശമാണ് ഇവിടം. അതിനാൽ പാകിസ്ഥാന്റെ സമ്പത്തിന്റെ നല്ലൊരു ശതമാനവും ബലൂചിസ്ഥാനിൽ നിന്നാണ് അവർക്ക് ലഭിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ യാതൊരു ഗുണവും ലഭിക്കാതെ പോകുന്നവരാണ് ഇവിടുത്തെ മനുഷ്യർ. യാതൊരുവിധ വികസനമോ പര്യാപ്തമായ അടിസ്ഥാന സൗകര്യമോ ഇവർക്ക് ലഭിക്കുന്നില്ല. ഇവിടുത്തെ പണം കൊണ്ട് രാജ്യത്തിൻ്റെ പല പ്രദേശങ്ങളും സമ്പന്നമായപ്പോൾ ഇവിടുത്തെ മനുഷ്യർ ദാരിദ്ര്യത്തിലാണ് ഇപ്പോഴും ജീവിക്കുന്നത്. സായുധ പോരാട്ടത്തിലാണ് ബലോച്ച് ലിബറേഷൻ ആർമി എന്നും വിശ്വസിക്കുന്നത്. ഇംപ്രൊവൈസ്ഡ് സ്ഫോടക വസ്തുക്കൾ അഥവാ IEDകൾ, ചാവേർ ബോംബിങ്ങുകൾ, ഗറില്ല ആക്രമണങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള തന്ത്രങ്ങളാണ് അവർ ഉപയോഗിക്കുന്നത്. കൂടാതെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും ടെലിഗ്രാം, റംബിൾ പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ അവർ കൂടുതലായി ഉപയോഗിച്ചു വരുന്നു. അഫ്ഗാനിസ്ഥാനിലെ ബലൂചിസ്ഥാൻ മേഖലയിൽ നിന്നാണ് സായുധ സംഘടനയുടെ നേതൃത്വമെന്ന് കരുതുന്നു. BLAയുടെ അക്രമാസക്തമായ തന്ത്രങ്ങളും ആക്രമണങ്ങളും കാരണം പാകിസ്ഥാൻ, ചൈന, ഇറാൻ, യുണൈറ്റഡ് കിങ്ഡം, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, യൂറോപ്യൻ യൂണിയൻ എന്നിവ ഈ സംഘടനയെ ഭീകരവാദ സംഘടനയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്.
2024 ഓഗസ്റ്റ് 25-26 ദിവസങ്ങളിലെ ഓപ്പറേഷൻ ഹെറോഫ് പോലുള്ള ഹൈ പ്രൊഫൈൽ ആക്രമണങ്ങൾക്ക് ഈ സംഘടന പ്രശസ്തമാണ്. ബലൂചിസ്ഥാനിലെ വിവിധ സ്ഥലങ്ങളിൽ ഏകോപിത ആക്രമണങ്ങളാണ് സേന ഈ ദിവസങ്ങളിൽ നടത്തിയത്. സുരക്ഷാ ഉദ്യോഗസ്ഥരും സാധാരണക്കാരും ഉൾപ്പെടെ 70-ലധികം പേർ ഈ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു. 2024 നവംബർ 9 ക്വറ്റ റെയിൽവേ സ്റ്റേഷനിൽ BLA നടത്തിയ ചാവേർ ബോംബാക്രമണത്തിൽ 30-ലധികം പേർ മരിക്കുകയും ഡസൻ കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇതാണ് സേനയുടേതായി ഉണ്ടായ ഏറ്റവും ഒടുവിലത്തെ ആക്രമണങ്ങൾ. ഇത്തരത്തിൽ തുടരെ ആക്രമണങ്ങൾ നടത്തി പാകിസ്ഥാനിൽ സജീവമാണ് ബലോച്ച് ലിബറേഷൻ ആർമി. സംഘടനയുടെ പ്രധാന പ്രശ്നങ്ങളിലൊന്നാണ് ചൈന പാകിസ്ഥാൻ ബന്ധം. ബലോച്ച് മേഖലയിലൂടെ ഇരു രാജ്യങ്ങളും ചേർന്ന് നടത്തുന്ന ഇക്കണോമിക് കോറിഡോർ പദ്ധതികൾക്ക് എതിരാണ് BLA. പ്രദേശത്തെ സമ്പത്ത് ഊറ്റിക്കൊണ്ടുപോകുന്നത് വർദ്ധിക്കുമെന്ന ആശങ്ക തന്നെയാണ് ഇവരെ ഇതിന് എതിരാക്കുന്നത്. അതിനാൽ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട ചൈനീസ് പൗരന്മാർക്കും പദ്ധതികൾക്കുമെതിരെ BLA ആവർത്തിച്ച് ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. 2022 ഏപ്രിലിൽ ഒരു വനിതാ BLA സൂയിസൈഡ് ബോംബർ കറാച്ചിയിലെ കൺഫ്യൂഷ്യസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് പുറത്ത് 3 ചൈനീസ് ട്യൂട്ടർമാരെ കൊന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. 30 വയസ്സുള്ള സയൻസ് അധ്യാപികയും 2 കുട്ടികളുടെ അമ്മയുമായ ഷാരി ബലോച്ച് എന്ന BLA കമാൻഡറാണ് പാകിസ്ഥാനിലെ കറാച്ചിയിൽ 3 ചൈനീസ് അധ്യാപകരെ കൊലപ്പെടുത്തിയത്. അവർ സംഘടനയുടെ ആദ്യത്തെ വനിതാ ചാവേർ ബോംബറായാണ് അറിയപ്പെടുന്നത്. ചൈനീസ് ഉദ്യോഗസ്ഥരെ ആവർത്തിച്ച് ആക്രമിക്കുന്ന സംഘം ഇപ്പോൾ പ്രധാനമായും ലക്ഷ്യമിട്ടിരിക്കുന്നത് പദ്ധതിയുടെ ആവശ്യത്തിനായി എത്തുന്ന എഞ്ചിനീയർമാരെയാണ്. 2019 പേൾ കോണ്ടിനെന്റൽ ഹോട്ടലിൽ ചൈനീസ് പൗരന്മാരെ ലക്ഷ്യമിട്ട് സംഘം ആക്രമണം നടത്തിയിരുന്നു. ചൈനീസ് പൗരന്മാർക്ക് നേരെ BLA ആക്രമണങ്ങൾ നടത്തിയതിനു ശേഷം ഗ്രൂപ്പിനെതിരെ കൂടുതൽ ആക്രമണങ്ങൾ നടത്താൻ ചൈനീസ് ഉദ്യോഗസ്ഥർ പാകിസ്ഥാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടതായി മുൻപ് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. തുടർച്ചയായ പോരാട്ടങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും BLAയുടെ നേതൃത്വം ആരാണെന്ന് ഇപ്പോഴും അവ്യക്തമായി തുടരുകയാണ്. ഒരു വ്യക്തിയും തലവനായി ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. 2018 കാണ്ഡഹാറിൽ സൂയിസൈഡ് ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ട അസ്ലം ബലോച്ച് സ്വിറ്റ്സർലാൻഡിൽ പ്രവാസ ജീവിതം നയിക്കുന്ന പ്രമുഖ ബലോച്ച് ദേശീയവാദിയായ ബ്രഹ്മാദ് ഖാൻ ബൂഗ്ലി എന്നിവരുടെ പേരുകൾ ഈ സംഘടനയുമായി ബന്ധപ്പെട്ട് പറയപ്പെട്ടിട്ടുണ്ട്. എങ്കിലും അവർ നേരിട്ടുള്ള പങ്കാളിത്തം നിഷേധിക്കുകയാണ് ചെയ്തത്. പുറമേക്ക് അറിയിച്ചില്ലെങ്കിലും കൃത്യമായ നേതൃത്വമുണ്ടെന്ന് വ്യക്തമാണ്. ഇപ്പോൾ നടന്ന ട്രെയിൻ ആക്രമണം ഉൾപ്പെടെ ഓരോന്നും കൃത്യമായി പ്ലാൻ ചെയ്ത് നടപ്പാക്കുന്നവയാണ്. അതൊരു നേതൃത്വമില്ലാതെ നടക്കില്ല. ഒരാളോ ചിലപ്പോൾ ഒരു സംഘമോ ആകാം BLAയെ നയിക്കുന്നത്. മാരി, ബൂഗി, മെങ്കാൾ എന്ന ഗോത്രങ്ങളാണ് BLAക്ക് നേതൃത്വം നൽകുന്നതെങ്കിലും പുറത്തുനിന്നും ഇവർക്ക് സഹായം ലഭിക്കുന്നതായി ആരോപണങ്ങളുണ്ട്. പാകിസ്ഥാൻ തന്നെയാണ് ഈ ആരോപണങ്ങൾക്ക് പിന്നിലുള്ളത്. പ്രധാനമായും പറഞ്ഞു കേൾക്കുന്ന പേരുകൾ ഇന്ത്യയുടേതും അഫ്ഗാനിസ്ഥാൻ്റെതുമാണ്. ഇന്ത്യയുടെ റിസർച്ച് ആൻഡ് അനാലിസിസ് വിംഗ് അഥവാ റോ, അഫ്ഗാൻ രഹസ്യാന്വേഷണ വിഭാഗം എന്നിവ സംഘടനയ്ക്ക് ധനസഹായവും പരിശീലനവും നൽകുന്നുണ്ടെന്നാണ് പാകിസ്ഥാൻ ആരോപണം ഉന്നയിക്കുന്നത്. എന്നാൽ 2 രാജ്യങ്ങളും ഈ ആരോപണങ്ങൾ നിഷേധിച്ചിട്ടുണ്ട്. അഫ്ഗാനിൽ നിന്നാണ് സംഘടനയുടെ കൺട്രോളിംഗ് നടക്കുന്നതെന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. ഇന്ത്യ ഫണ്ടിംഗ് ചെയ്യുന്നത് കൊണ്ടാണ് സംഘടനയെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കാത്തതെന്നും ഇവർ ആരോപിക്കുന്നു. അഫ്ഗാനിസ്ഥാനിലെ കാണ്ഡഹാറിലും ജലാലാബാദിലുമുള്ള ഇന്ത്യൻ കോൺസുലേറ്റുകൾ ആയുധങ്ങൾ, പരിശീലനം, സാമ്പത്തിക സഹായം എന്നിവ നൽകിയെന്ന് ആരോപിക്കുന്ന പാകിസ്ഥാൻ BLA ഇന്ത്യയുടെ ഒരു പ്രോക്സിയായി പ്രവർത്തിക്കുന്നുവെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. BLA കമാൻഡർമാർ ഇന്ത്യയിലെ ആശുപത്രികളിൽ വേഷം മാറി വ്യാജ ഐഡന്റിറ്റികൾ ഉപയോഗിച്ച് വൈദ്യ ചികിത്സ തേടിയതായി മുൻപ് ദ ഹിന്ദു റിപ്പോർട്ട് ചെയ്തിരുന്നു. ഒരു തീവ്രവാദ കമാൻഡർ 2017 വൃക്ക സംബന്ധമായ അസുഖങ്ങൾക്ക് ചികിത്സക്കായി കുറഞ്ഞത് 6 മാസമെങ്കിലും ഡൽഹിയിൽ താമസിച്ചെന്നും റിപ്പോർട്ട് പറയുന്നു. മറ്റൊരു കമാൻഡറായ അസ്ലം ബലോച്ച് ന്യൂഡൽഹിയിലെ ഒരു ആശുപത്രിയിൽ ചികിത്സ തേടിയതായി എക്സ്പ്രസ് ട്രിബ്യൂൺ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഇന്ത്യയുടെ അറിവോടെയാണോ എന്ന് വ്യക്തതയില്ല. അതേസമയം അഫ്ഗാനിസ്ഥാൻ BLAക്കുള്ള രഹസ്യ പിന്തുണ അംഗീകരിച്ചുവെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇതിനിടെ 2024 ഒക്ടോബറിൽ BLA തങ്ങളുടെ നിരീക്ഷണവും പ്രവർത്തന കൃത്യതയും വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് പുതിയ രഹസ്യാന്വേഷണ വിഭാഗമായ സിറാബ് രൂപീകരിച്ചതായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ബലോചിസ്ഥാനിലെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള സംഘർഷത്തിന്റെ ഭാഗമാണ് BLAയുടെ പോരാട്ടം. സാമ്പത്തിക ദാരിദ്ര്യം, രാഷ്ട്രീയ അവഗണന, പാകിസ്ഥാൻ സേനയുടെ ആക്രമണങ്ങൾ എന്നിവയാണ് BLAയെ നിരന്തര പോരാട്ടത്തിലേക്ക് നയിക്കുന്നത്. സ്വയം ഒരു മോചന പ്രസ്ഥാനമായി ചിത്രീകരിക്കുമ്പോൾ തന്നെ പാക് പഞ്ചാബികൾ, വിദേശ തൊഴിലാളികൾ, സാധാരണക്കാർ ഉൾപ്പെടെയുള്ള പോരാട്ടേതര വ്യക്തികളെ ഇവർ ലക്ഷ്യമിടുന്നത് കടുത്ത വിമർശനത്തിന് കാരണമായിട്ടുണ്ട്. ടെലഗ്രാം, റംബിൾ, എക്സ് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകൾ വഴി തങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ന്യായീകരണങ്ങൾ ഇവർ പറയാറുണ്ടെങ്കിലും സിവിലിയൻസിനെ കൊല്ലുന്നതിൽ ലോകരാഷ്ട്രങ്ങൾ എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്. ഇക്കാരണം കൊണ്ടാണ് വിവിധ രാജ്യങ്ങൾ BLAയെ ഭീകരവാദ സംഘടനയായി പ്രഖ്യാപിച്ചത്. 2009 ഏപ്രിൽ ബലൂചിസ്ഥാനിൽ താമസിക്കുന്ന പഞ്ചാബ് നിവാസികളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ BLA നടത്തിയിരുന്നു.
ഇത് ഏകദേശം 500 പേരുടെ മരണത്തിന് കാരണമായി. 2010 പ്രവിശ്യയിലെ സ്കൂളുകളെയും അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ഇവർ ആക്രമിച്ചിരുന്നു. ഇതും ഇവർക്കെതിരെ കടുത്ത വിമർശനമാണ് ലോകമാകെ ഉണ്ടാക്കിയത്. പാകിസ്ഥാൻ സർക്കാർ ഓപ്പറേഷൻ സർ-ഇ-ആസിഫ് പോലുള്ള സൈനിക നടപടികളിലൂടെ BLAക്കെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. BLA വിദേശ ശക്തികളുടെ നിർദ്ദേശപ്രകാരം മേഖലയെ അസ്ഥിരപ്പെടുത്തുന്നുവെന്ന് പാകിസ്ഥാൻ ആരോപിക്കുന്നു. സംഘടനയെ ദുർബലപ്പെടുത്താൻ തങ്ങളാൽ ആവുന്നതെല്ലാം ചെയ്യുന്നുണ്ട് പാകിസ്ഥാൻ. എങ്കിലും 2025 മാർച്ച് 11 വരെ BLA ശക്തമായ ഒരു സേനയായി തുടരുന്നു എന്ന് വേണം കഴിഞ്ഞ ദിവസത്തെ ട്രെയിൻ തട്ടിക്കൊണ്ടുപോകൽ ഓപ്പറേഷൻ കൂടി വിലയിരുത്തി മനസ്സിലാക്കാൻ. എന്നും തങ്ങളോട് വിവേചനപരമായി പെരുമാറിയ പാകിസ്ഥാനോടുള്ള പകയും സ്വാതന്ത്ര്യം നേടാനുള്ള അടങ്ങാത്ത ആവേശവുമാണ് ബലോച്ച് ലിബറേഷൻ ആർമി എന്ന BLA മുന്നോട്ട് നയിക്കുന്നത്. പാകിസ്ഥാന്റെയും BLAയുടെയും ചരിത്രത്തിലെ വേറിട്ട ഒരുപാടായി കൊറ്റ, പെഷവാർ, ജാഫർ എക്സ്പ്രസ് ആക്രമണം എന്നും ഉണ്ടാകും. Waytonikah.com, the exclusive Muslim matrimonial site.